ഹായ് എവരിബഡി. അപ്പോൾ നമ്മൾ +2 കെമിസ്ട്രിയിലെ 3rd ചാപ്റ്ററായ ഇലക്ട്രോ കെമിസ്ട്രിയിലെ ഒരു ടോപ്പിക്കാണ് നേഴ്സ്റ്റിക്കേഷൻ. നേഴ്സ്റ്റിക്കേഷനെ കുറിച്ചിട്ടാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ ഒരു സിംഗിൾ ഇലക്ട്രോഡിൻ്റെ റിയാക്ഷന്, ഒരു സിംഗിൾ ഇലക്ട്രോഡിൻ്റെ നേഴ്സ്റ്റ് റിയാക്ഷന് ഇക്വേഷൻ എങ്ങനെ എഴുതുന്നത് നോക്കാം. Mn+n ഇലക്ട്രോൺ ഗീവ്സ് M. ഇവിടെ M എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ, എനി മെറ്റൽ. n എന്ന് പറഞ്ഞാൽ അതിൽ നമ്പർ വരും. ഇപ്പോൾ നമ്മൾ കോപ്പർ ആണെങ്കിൽ Cu2+, അപ്പോൾ ആ നമ്പർ, അതിൻ്റെ ചാർജ്, അതാണ് n എന്ന് പറയുന്നത്. +n ഇലക്ട്രോൺ, ഇത്ര ഇലക്ട്രോൺസ് അതിൽ ആ റിയാക്ഷന്, ആ റിഡോക്സ് റിയാക്ഷന് വേണ്ടി എത്ര ഇലക്ട്രോൺസ് ആണ് വേണ്ടി വന്നത്, ദാറ്റ് ഗീവ്സ് M, മെറ്റൽ സോളിഡ് സ്റ്റേറ്റിൽ. ഇങ്ങനെയാണ് ഒരു സിംഗിൾ ഇലക്ട്രോഡ് റിയാക്ഷൻ്റെ നേഴ്സ്റ്റിക്കേഷന്, ഒരു സിംഗിൾ ഇലക്ട്രോഡ് റിയാക്ഷൻ, ഒരു ഓക്സിഡേഷൻ റിയാക്ഷൻ, റിഡോക്സ് റിയാക്ഷൻ, അതിൻ്റെ നേഴ്സ്റ്റിക്കേഷന് ഈ രീതിയിലാണ് എഴുതുക. ഇനി ഒരു ഇലക്ട്രോഡ്, സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ, അതിൻ്റെ നേഴ്സ്റ്റിക്കേഷനാണിത്. ഒരു സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണാനുള്ള നേഴ്സ്റ്റിക്കേഷനാണ് E of Mn+m. അപ്പോൾ ഈ മെറ്റലിൻ്റെ E, അതായത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈക്വൽ ടു E0 of n+m. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ E0 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ E0 of Mn+m മൈനസ് R into T divided by n into F ln concentration of M divided by concentration of Mn+ in aqueous state. അപ്പോൾ ഇവിടെ R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് 8.314 kJ/Kelvin/mol. ഇനി T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ. N എന്ന് പറഞ്ഞാൽ നേരത്തെ ഈ റിയാക്ഷനിൽ എത്ര ഇലക്ട്രോൺസ് വേണ്ടി വന്നു, ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് N. F എന്ന് പറഞ്ഞാൽ ഫാരഡേ. 1 ഫാരഡേ എന്ന് പറഞ്ഞാൽ 96,487 കൂളോം ആണ്. അതാണ് 96,500 കൂളോം. അപ്പോൾ അതാണ് ഒരു ഫാരഡേ എന്ന് പറഞ്ഞാൽ. ഇവിടെ ഇത് മെറ്റൽ സോളിഡ് സ്റ്റേറ്റിലാകുമ്പോഴുള്ള കോൺസെൻട്രേഷനും ഇത് മെറ്റൽ അയോൺ, അക്വസ് സ്റ്റേറ്റിലുള്ള മെറ്റൽ അയോണിൻ്റെ കോൺസെൻട്രേഷനും. അപ്പം ഇങ്ങനെയാണ് ഒരു സിംഗിൾ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ കാണാനുള്ള, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണാനുള്ള നേഴ്സ്റ്റിക്കേഷൻ വരിക. ഇവിടെ ഈ കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽ ഇൻ സോളിഡ് സ്റ്റേറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു മെറ്റലിൻ്റെ കോൺസെൻട്രേഷൻ സോളിഡ് സ്റ്റേറ്റിലാണെങ്കിൽ അത് ഈക്വൽ ടു 1 ആണ്, ഈക്വൽ ടു 1 ആണ് സോളിഡ് സ്റ്റേറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് 1 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന് നേഴ്സ്റ്റിക്കേഷൻ ഇങ്ങനെയാണ് വരിക. ഈ Mn+m ഈക്വൽ ടു E0 Mn+m മൈനസ് RT/NF ln 1 concentration of Mn+. ഇനി നമ്മൾ ഡാനിയൽ സെല്ലിലെ കാഥോഡിൻ്റെയും ആനോഡിൻ്റെയും നേഴ്സ്റ്റിക്കേഷൻ എഴുതി നോക്കാം. അപ്പോൾ നമ്മളിത് പഠിക്കാൻ പോകുന്നത് ഡാനിയൽ സെല്ലിൻ്റെ നേഴ്സ്റ്റിക്കേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാഥോഡിൻ്റെത്, ഏതായിരുന്നു കാഥോഡ്? കോപ്പർ. അപ്പോൾ കോപ്പറിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിലെ നേഴ്സ്റ്റിക്കേഷൻ എഴുതാം. ദാറ്റ് ഈസ് E ഓഫ് കോപ്പർ ആണ് Cu2+/Cu. കോപ്പറിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈക്വൽ ടു E0 ഓഫ് Cu2+/Cu, അതിൻ്റെ സ്റ്റാൻഡേർഡ് മൈനസ് R into T ഡിവൈഡ് ബൈ N. ഇവിടെ N എന്ന് പറയുമ്പോൾ 2 ആണ്, അതുകൊണ്ട് 2F into ln 1 concentration of Cu2+. ഇനി ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ സിങ്കിൻ്റെ ആനോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എഴുതാം. സിങ്കിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും ഇതുപോലെ എഴുതാം. അതിൻ്റെ നേഴ്സ്റ്റിക്കേഷൻ എഴുതാം. E ഓഫ് Zn2+/Zn ഈക്വൽ ടു E0 ഓഫ് Zn2+/Zn മൈനസ് RT ബൈ, ഇവിടെയും 2 ആണ്, N 2 ആണ്, 2F ഇൻറ്റു ln 1 concentration ഓഫ് Zn2+. ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഇനി ഇതിലെ E സെൽ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? E സെൽ പൊട്ടൻഷ്യൽ കാണാൻ ഇക്വേഷൻ എന്തായിരുന്നു? E ഓഫ് Cu2+/Cu മൈനസ് E ഓഫ് Zn2+/Zn. ഇതാണ് ഡാനിയൽ സെല്ലിൻ്റെ സെൽ പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ. ഇപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ E ഓഫ് Cu2+/Cu എഴുതിയിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൈനസ് E ഓഫ് Zn2+/Zn നമ്മൾ അതിന് നേഴ്സ്റ്റിക്കേഷൻ എഴുതിയിട്ടുണ്ട്, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Therefore നമുക്കിങ്ങനെ വരും
E cell equal to Cu bar 2 plus അതിനെന്തായിരുന്നു? That is E0 of Cu2 plus bar Cu minus RT by 2F ln 1 by concentration of Cu2 plus. അങ്ങനെ വന്നു. ഇനി എന്താണ്? മൈനസ് ഓഫ്. അപ്പോൾ മൈനസ് ബ്രാക്കറ്റ് ഇടുക. ബ്രാക്കറ്റിൽ എന്താ വരിക? സിങ്കിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ E0 ഓഫ് Zn2 plus bar Zn minus RT by 2F ln 1 by concentration of Zn2 plus. അപ്പോൾ നമ്മൾ ഈ സെൽ പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷനിൽ E cell equal to E of Cu2 plus bar Cu, അവിടെ അതിന് പകരം നമ്മൾ ഈ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഒന്നാമത്തെ ഇക്വേഷൻ കൊടുത്തു മൈനസ് E of Zn2 plus bar Zന് പകരം ഇവിടെ രണ്ടാമത്തെ ഇക്വേഷൻ ഈക്വൽ ടു ആ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതിൽ ഒരേ ടേംസിന് നമുക്ക് ഒന്നിച്ചെഴുതാം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു E0 ഓഫ് Cu2 പ്ലസ് ബാർ Cu മൈനസ് ഈ ടേം നെക്സ്റ്റ് എഴുതാം. മൈനസ് E0 ഓഫ് Zn2 പ്ലസ് ബാർ Zn. ദെൻ ഇവിടെ ഇനി ഒരു മൈനസ് ഉണ്ട്. മൈനസ് RT by 2F രണ്ട് ടേമിലുണ്ട്. അപ്പോൾ RT by 2F ഇൻറ്റു ln 1 by Cu2 പ്ലസ് മൈനസ് ln 1 by concentration of Zn2 പ്ലസ് Cu2 പ്ലസ് ബാർ Zn2 പ്ലസ് ആ രീതിയിൽ വരും. ഇനി ഇതിൽ നമുക്ക് നോക്കാം. E of Cu2 പ്ലസ് മൈനസ് E of Zn2 പ്ലസ് ബാർ Zn ആണ് ഈ സെല്ല്. അങ്ങനെയാണെങ്കിൽ E0 Cu2 പ്ലസ് ബാർ Cu മൈനസ് E0 ഓഫ് Zn2 പ്ലസ് ബാർ Zn എന്ന് എഴുതാം. E0 സെൽ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ഇതിനെ ഈ ഒരു ഭാഗത്ത് E സെൽ എന്ന് എഴുതുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ചെറിയൊരു ഡിഫറൻസ് 0, ഇവിടെ ഈയുടെ മുകളിൽ 0 എന്നുള്ള ഒരു വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ E0 സെൽ എന്ന് എഴുതാം. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ വരും. E സെൽ ഈക്വൽ ടു E0 സെൽ, ഈ ഒരു ഭാഗം E0 സെൽ എന്ന് എഴുതാം, മൈനസ് RT by 2F ഇൻറ്റു ബ്രാക്കറ്റിൽ നോക്കാം. ഇത് ln നമുക്കറിയാം ln A മൈനസ് ln B ഈക്വൽ ടു ln A by B. അങ്ങനെ എഴുതിക്കൂടെ? ലോഗ് A മൈനസ് ലോഗ് B ഈക്വൽ ടു ലോഗ് A by B. അങ്ങനെ നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ലോഗ് A മൈനസ് ലോഗ് B ഈക്വൽ ടു ലോഗ് A by B. അങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ ലോഗരിതം നാച്ചുറൽ ലോഗരിതമാണ്. അപ്പോൾ നമുക്ക് അതുപോലെ എഴുതാം. RT by 2F ln 1 by concentration of Cu2 plus divided by 1 by concentration of Zn2 plus. ഇങ്ങനെ എഴുതും. That is equal to E cell equal to E0 cell minus RT by 2F ln ഇതിൽ നോക്കാം 1 by Cu2 plus all divided by 1 by Zn2 plus. അപ്പോൾ Zn2 plus എന്ത് ചെയ്യാം? നമുക്ക് നോമിനേറ്ററിൽ എഴുതാം. Zn2 plus divided by ഡിനോമിനേറ്ററിൽ കോൺസെൻട്രേഷൻ ഓഫ് Cu2 plus ഇങ്ങനെ എഴുതാം. ഇനി നമ്മളിവിടെ ഈ നാച്ചുറൽ ലോഗരിതത്തിനെ ലോഗിലേക്ക് മാറ്റാം. അപ്പോൾ E cell ഈക്വൽ ടു E0 cell മൈനസ് RT by 2F നാച്ചുറൽ ലോഗരിതത്തിന് ലോഗിലേക്ക് മാറ്റുമ്പോൾ ഇൻറ്റു 2.303 ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Zn2 പ്ലസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ് ഇങ്ങനെ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി നമ്മളിവിടെ ടിയുടെ വാല്യൂ കൊടുക്കുന്നു 298 കെൽവിൻ. അതുപോലെ ഫാരഡേയുടെ വാല്യൂ കൊടുക്കുന്നു. എന്താണ്? 96,500 കൂടം. അതുപോലെ 2.3 ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 2 അല്ല 6 ആണ് കേട്ടോ. 6ൻ്റെ വാല്യൂ 8.314. അപ്പോൾ 6ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ടിയുടെ വാല്യൂ കൊടുക്കുക,
എഫിൻ്റെ വാല്യൂ കൊടുക്കുക, എന്നിട്ട് അതിനെ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ കിട്ടും E0 സെൽ മൈനസ് 0.059 ഡിവൈഡഡ് ബൈ 2. ഈ 2 അതിലെടുത്തിട്ടില്ല, ഈ 2 അതിൽ നമ്മൾ ഇതിനോട് ചേർത്തിട്ടില്ല. ആ 2 അങ്ങനെ തന്നെ ഇടുക. ബാക്കിയുള്ള വാല്യൂസ് R, T, F 2.303 ആ വാല്യൂസാണ് സോൾവ് ചെയ്തത്. അപ്പോൾ 0.059 കിട്ടി. ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Zn2 പ്ലസ് ബാർ കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ് ബാർ. അപ്പോൾ ഇതാണ് ഒരു ഡാനിയൽ സെല്ലിൻ്റെ നേഴ്സ്ഡ് ഇക്വേഷൻ. അപ്പോൾ ഡാനിയൽ സെല്ലിൻ്റെ നേഴ്സ്ഡ് ഇക്വേഷൻ ഇതാണ്. E സെൽ ഈക്വൽ ടു E0 സെൽ മൈനസ് 0.059 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Zn2 പ്ലസ് ബാർ കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഏതൊരു സെല്ലിൻ്റെയും ജനറൽ ആയിട്ടുള്ള നേഴ്സ്ഡ് ഇക്വേഷൻ എങ്ങനെ എഴുതാൻ നോക്കാം. ഏതൊരു സെല്ലിൻ്റെയും നേഴ്സ്ഡ് ഇക്വേഷൻ എങ്ങനെ ജനറലി എഴുതാം. അപ്പോൾ ജനറലി നമുക്ക് ഏതൊരു സെല്ലിൻ്റെയും അതിൻ്റെ നേഴ്സ്ഡ് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. E സെൽ ഈക്വൽ ടു E0 സെൽ മൈനസ് 0.059 ബൈ ഇവിടെ n എന്ന് കൊടുക്കാം. ജനറലായിട്ട് എഴുതാണ്. ഇവിടെ ഡാനിയൽ സെൽ ആയതുകൊണ്ടാണ് അവിടെ N2 വന്നത്. നമുക്ക് ജനറൽ എഴുതുമ്പോൾ അവിടെ n തന്നെ കൊടുക്കാം. n ലോഗ് k എന്ന് കൊടുക്കാം. ലോഗ് k. അപ്പോൾ ഇവിടെ ലോഗ് k എന്ന് പറയുമ്പോൾ k എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ആ രീതിയിൽ വരും. അതായത് പ്രോഡക്റ്റിൻ്റെ സൈഡിലുള്ളതിൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ റിയാക്റ്റൻ്റെ സൈഡിലുള്ള കോൺസെൻട്രേഷൻ. നമ്മൾ k എങ്ങനെ എഴുതാൻ നോക്കാം. ഒരു ജനറലായിട്ട് ഒരു ഇക്വേഷൻ നോക്കാം. A പ്ലസ് BB gives CC പ്ലസ് DD. ഇതൊരു ജനറലായിട്ടുള്ളൊരു ഇക്വേഷൻ ആണെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ്റെ k എങ്ങനെ എഴുതാം. k ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് C റേസ് ടു C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D റേസ് ടു D ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B റേസ് ടു B. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാം. k ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാണാനുള്ള ഇക്വേഷൻ എഴുതാം. അപ്പോൾ ഏതൊരു ഇക്വേഷൻ എടുത്താലും ഏതൊരു സെല്ലിൻ്റെ റിയാക്ഷൻ എടുത്താലും നമുക്ക് അതിൽ നിന്ന് k എഴുതാൻ പറ്റും. അപ്പോൾ ആ kയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതാണ് ഒരു സെല്ലിൻ്റെ നേഴ്സ്ഡ് ഇക്വേഷൻ. ഒരു ഗാൽവാനിക് സെല്ലിൻ്റെ നേഴ്സ്ഡ് ഇക്വേഷന് ജനറൽ ഇക്വേഷനാണ് ഇത്. നമ്മളിതിൽ നാച്ചുറൽ ലോഗരിതത്തിലേക്കാണ് മാറ്റുന്നതെങ്കിൽ നമുക്ക് RT/NF × ln എന്നുള്ള രീതിയിൽ എഴുതാം. RT/NF × ln. അപ്പോൾ ഇതാണ് നേഴ്സ്ഡ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെൽ. ഡാനിയൽ സെല്ലിൻ്റെ നേഴ്സ്ഡ് ഇക്വേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുക, അതുപോലെ ഒരു സെല്ലിൻ്റെ ജനറൽ ആയിട്ടുള്ള നേഴ്സ്ഡ് ഇക്വേഷൻ എങ്ങനെയാണ് എഴുതാം. ഓക്കെ, താങ്ക് യു.